പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തോട്ടവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും മഹായി പറയുന്നു. ശ്രീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെല്ലാം ഇപ്പോൾ നന്മകളിൽ തീക്ഷ്ണത കാണിക്കുന്നത് നല്ലതാണ്. അത് ഞാൻ നിങ്ങളുടെ അടുക്കൽ സ്ഥിതി ചെയ്യുമ്പോൾ മാത്രം പോരാ. എന്റെ മക്കളെ മനുഷ്യ, നിങ്ങൾ ഉരുവാകുന്നത് വരെ ഞാൻ വീണ്ടും പ്രസവവേദന അനുഭവിക്കുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിസ്മയിച്ചിരിക്കൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ അടുക്കൽ സ്ഥിതി ചെയ്യുവാനും എന്റെ ശബ്ദത്തെ ഭേദപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നു. ന്യായപ്രമാണത്തിനെതിരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരായ നിങ്ങൾ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നില്ലയോ? എന്നോട് പറയുകയും, അബ്രാഹാമിന് ഒരുവൻ ദാസിയിൽ നിന്നും ഒരുവൻ സ്വതന്ത്രയിൽ നിന്നും 2 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ദാസിയിൽ നിന്നുണ്ടായവൻ ശാരീരികമായി ജനിച്ചു, സ്വതന്ത്രയിൽ നിന്നുണ്ടായവനാകട്ടെ വാഗ്ദത്ത പ്രകാരം ജനിച്ചു. ഈ സ്ത്രീകൾ 2 നിയമങ്ങളുടെ ദൃഷ്ടാന്തങ്ങളാകുന്നു. സീനായി പർവ്വതത്തിൽ നിന്ന് ഉള്ളത് അടിമത്തത്തെ പ്രസവിക്കുന്നു. അവൾ ഹാഗാറാകുന്നു. എന്തെന്നാൽ ഹാഗാർ അറേബ്യയിലുള്ള സീനായി പർവ്വതമാണ്. അവൾ യെരൂശലേമിന് സദൃശയാകുന്നു. അവളും അവളുടെ മക്കളും അടിമവേല ചെയ്യുന്നു. മുകളിലുള്ള യെരൂശലേം സൗന്ദര്യത്രേ, അവൾ നമ്മുടെ മാതാവാകുന്നു. പ്രസവിക്കാത്ത ഭംഗിയെ ആനന്ദിക്കുക, നോവ് കിട്ടാത്തവളെ സന്തോഷിച്ച് ഉല്ലസിച്ചുകൊള്ളുക. എന്തെന്നാൽ ഭർത്തൃഹീനയായവരുടെ മക്കൾ ഭർത്തൃമതിയുടെ മക്കളെക്കാൾ അധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ. സഹോദരന്മാരെ, സാധനെ പോലെ നാം വാഗ്ദത്ത സന്താനങ്ങളാകുന്നു. അന്ന് ശരീരന്മാരായി ജനിച്ചവൻ ആത്മീയമായി ജനിച്ചവനെ പീഡിപ്പിച്ചു വന്നതുപോലെ തന്നെ സംഭവിക്കുന്നു. എന്നാൽ തിരുവെഴുത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു, ദാസിയെയും അവളുടെ പുത്രനെ ബഹിഷ്കരിക്കുക. ദാസിപുത്രൻ പത്നിപുത്രന് തുല്യം അവകാശിയാവാതിരിക്കട്ടെ. ആകയാൽ എന്റെ സഹോദരന്മാരെ, നാം ദാസിപുത്രന്മാരല്ല, സ്വതന്ത്രയുടെ പുത്രന്മാരത്രേ. ആഹായി പറയുമോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി നിൽക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും നമ്മുടെ രക്ഷയ്ക്കായി സ്തുതികളും നാമെല്ലാവരും നല്ല കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച് ജീവനുള്ളവനാം ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യവതാരകാലത്ത് ഇപ്രകാരം തന്നെ സംഭവിച്ചു. യേശുവയ്ക്ക് പ്രസവകാലമായി. അവളൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. ദൈവം അവളിൽ മഹാകരുണ ചെയ്തിരിക്കുന്നതായി കേട്ട് അയൽക്കാരും കുടുംബക്കാരും അവളോട് കൂടെ ആനന്ദിച്ചു. 8-ാം ദിവസം അവൾ കുട്ടിക്ക് ചേരാകർമ്മം ചെയ്യുവാൻ ചെന്നു. പിതാവിന്റെ പേരിൻ പ്രകാരം അവന് സ്കറിയായി എന്ന പേരിടുവാൻ ഭാവിച്ചു. അപ്പോൾ അവരുടെ മാതാവ് അവരോട്, അങ്ങനെയല്ല, അവർ യോഹന്നാൻ എന്ന പേരിടണമെന്ന് പറഞ്ഞു. അവർ അവളോട്, ഈ പേരുള്ള ഒരുവനും നിന്റെ വംശത്തിലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് പേരിടുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവന്റെ പിതാവിനോട് ആംഗ്യം
സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവരുടെ അയൽക്കാരെല്ലാവരും ഭയപ്പെട്ടു. യഹൂദയിലെ മലപ്രദേശം ഈ വാർത്താ സംഭാഷണ വിഷയമായി തീർന്നു. ഈ ശിശു ഭക്ഷ്യനായി തീരാമെന്ന് കേട്ടവരെല്ലാം ഉള്ളിൽ ചിന്തിച്ച് പറഞ്ഞു, കർത്താവിന്റെ കൈ അവനിലുണ്ടായിരുന്നു. അവന്റെ പിതാവായ സ്കറിയ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ഇങ്ങനെ ദീർഘദർശനം പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിക്കുകയും ശത്രുക്കളിൽ നിന്നും സകല വിരോധികളുടെ പക്കൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നതാണെന്ന് ആദ്യം മുതലുള്ള തന്റെ ദീർഘദർശിമാർ മുഖാന്തരം അരുളി ചെയ്തിട്ടുള്ള പ്രകാരം തന്റെ ദാസനായ ദാവീദിന്റെ കുടുംബത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അവൻ കരുണ ചെയ്തു. നാം ശത്രുക്കളുടെ പക്കൽ നിന്ന് രക്ഷ പ്രാപിച്ച ആയുഷ്കാലം മുഴുവനും നീതിയോടും ന്യായത്തോടും കൂടി തിരുമുമ്പിൽ നിർഭയം സേവനം ചെയ്യുവാൻ നമുക്ക് സംഗതി വരുത്താമെന്നുള്ള തന്റെ പരിശുദ്ധ നിയമങ്ങളെയും നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്തിട്ടുള്ള ശപഥങ്ങളെയും അവൻ ഓർത്തുമിരിക്കുന്നു. പൈതലേ, നീ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. സമാധാന മാർഗത്തിൽ നമ്മുടെ പാതകളെ നയിപ്പാൻ വേണ്ടി അന്ധകാരത്തിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം നൽകുവാനായി യാതൊന്നിനാൽ മുകളിൽ നിന്ന് ഉദയം നമ്മെ ദർശിച്ചുവോ. ആ നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാധികാരത്താൽ ജനത്തിന് പാപമോചനം വഴിയായി രക്ഷാബോധം നൽകേണ്ടതിന് കർത്താവിന് മുമ്പേ വഴിയൊരുക്കുവാൻ നീ പോകും. പൈതൽ വളർന്ന് റൂഹായാൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട നാൾ വരെ അവൻ വനത്തിൽ തന്നെ വസിക്കുകയും ചെയ്തു. പ്രകാരം തന്നെ സത്യ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവരുളി ചെയ്തു ഞാൻ ജീവന്റെ അപ്പം ലോകത്തെ പോഷിപ്പിപ്പാൻ മേലിന്നും വന്നു. താതയച്ചു വചനമാമെന്നെ കർഷകനെ പോ ഗബ്രിയേൽ വിതച്ചു. നല്ല നീലം തുല്യം മറിയം കൈക്കൊണ്ടാളുതരെ ദൂതസമാനം ത്രോണോസിൽ പട്ടക്കാർക്കൈയിൽ. ഹല്ലേലൂയ ഘോഷിച്ചിടുന്നു. ബാരക്മോർ സ്തോമൻഗാലോ കുരിയിലായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയയും യാചിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ലവനെയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഗോകുൽത്തായുടെ ഉയരത്തിൽ വെച്ച് കലർത്തപ്പെടുകയും അത് മുഖാന്തരം പാപികൾ മോചനം പ്രാപിച്ച് അനീതികളിൽ നിന്ന് വെടിപ്പാക്കപ്പെടുകയും ചെയ്ത സ്തോത്രത്തിന്റെയും രക്ഷയുടെയും ഗാസായും സ്ലീബായുടെ മുകളിൽ വെച്ച് ചൊരിയപ്പെടുകയും അതിനാൽ വിജാതിയർ മുദ്രകുത്തപ്പെടുകയും മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്ത പാപപരിഹാര രക്തവുമായ കർത്താവിന് ദൈവീകമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും ഞങ്ങളായ സിരതനമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാക്കുന്നു. ബക്കുലുഹുന്യോമോ സുദഹായ ലവൽ മീ. ആമേൻ. ബാരക്മോർ കാരണങ്ങളുടെ വാർത്താവ് മുമ്പാകെയും ഉണ്ണി നൽകുന്ന വെളിപ്പെടുത്തലിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും
ബഹുമാനപ്പെട്ട കണ്ടുകൈകളാൽ പന്തത്തിൽ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനും കരുണയും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷണിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെ വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ച് കളയണമേ. ഉത്തമനേ, ഏതോ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചു പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചു പോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന വലിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരണമേ. ഞങ്ങളുടെ തുണയ്ക്കായി കാണണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചെയ്യണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അപേക്ഷകൾ കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ച് കളയണമേ. കർത്താവേ, കോപവഴികളെ ഞങ്ങളിൽ നിന്ന് വെള്ളം പുറത്തെടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ആമേൻ. സകലത്തെയും സൃഷ്ടിച്ച് സന്നദ്ധമാക്കുന്നവനും ലോകങ്ങളുടെ രക്ഷാകരമായ ജീവശ്വാസവും അനശ്വരതയുടെ നിർമ്മലമൂറോനും മരണമില്ലായ്മയുടെ പരിമളവാസനയുമായ മശിഹാ തമ്പുരാനേ, നിന്റെ ദിവ്യജ്ഞാനമാകുന്ന മധുര പരിമളം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടെ നിറയ്ക്കുകയും എളിയവരും മൺമേലുമായി ഞങ്ങളെ തിരുവൻപാകി നിൽക്കുവാനും മാലാഖമാർ പോലും ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന അവർണ്ണങ്ങളായ നിന്റെ ദിവ്യ രഹസ്യങ്ങളെ പരിചരിക്കുവാനും അനുഷ്ഠിക്കുവാനും അവിടുന്ന് അർഹരാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നും വ്യർത്ഥ ചിന്തകളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ അവിടുന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചുകൊള്ളണമേ. ലഘുവും ആനന്ദപ്രദവുമായ നിന്റെ നുകത്തിന് കീഴ് ഉത്തമവും പരിപൂർണമായ സേവനം നിനക്കായി നിർവഹിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, നിന്റെ കൃപയാലും വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിന്റെ ഉത്തമമായ ഇഷ്ടത്താലും വിശുദ്ധ റൂഹായുടെ വ്യാപാരത്താലും ആത്മീയ ശരീരങ്ങളുടെ ഉണർവോടും സുഹൃത നടപടികളോടും കൂടെ ആയുഷ്കാലം മുഴുവനും തിരുസന്നിധിയിൽ ജീവിച്ച് സൗഭാഗ്യകരമായ അവസാനത്തിലേക്ക് ദുഃഖങ്ങളോ നെടുവീർപ്പുകളോ ഇല്ലാത്ത മാലാഖമാർക്കടുത്ത ജീവിതത്തിലേക്കും ചെന്നു ചേരുവാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഹോശോ ആമേൻ. കർത്താവ് ശുശ്രൂഷകളെ അവിടുത്തെ പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Betre
ആമേൻ. ബാലിക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഭർത്തക്കാരുടെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ കന്യാമറിയാമിൽ നിന്നും ശരീരിയെ തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവരും ജീവനുള്ളവരെ മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വരെ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും കാതോലികവും ശ്ലാഘീയവുമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മോദനത്തിന് മാമോദിസ ഒന്ന് മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കുന്ന ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം. ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോളി ആചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കുന്നീ കുർബാന. പ്രിയരേ, ഇതു കരുണയുടെയും അറിവിന്റെയും സമയം താൻ. സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ. ദൂരസ്ഥർ സമീപസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ. അതിനാൽ സോദരരെ വരുവേ, ഒരുപോൽ കരുണയിരന്നിടാം. നാഥാ കൃപ ചെയ്തിടണമേ, നാഥാ കൃപ ചെയ്യുകനിവാ. നാഥാ നീ ഉത്തരമരുളി അടിയാരോട് കൃപ ചെയ്യണമേ. കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്ക് ഞങ്ങൾ എപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശൂബ് കുലിസ്വാലവൽ മീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഭാരത്മാവ് നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമതലത്താൽ ലോകത്തെ നിലനിർത്തവനും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഈ സമാധാനത്തിനെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണ കർത്താവിന് മുമ്പാകെ നാം തലവണിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിന്റെ ഭാഗ്യങ്ങൾ തലവനിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഇപ്പോൾ
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഹോശോവ ഹുലസ്ബാൻ ലവൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോൾ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല തിരുഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പത്രക്കാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ എത്തിപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന്റെ നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കൃപാനുകരുടെയും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരീ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവിനോടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുറിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരം എന്നതിനെ നാമകരണം ചെയ്തു. വൽഹായേ ദൽഹോ ലമൽമീ. ആമേൻ. പ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കിയ കാസായം താൻ വാഴ്ത്തി വിശുദ്ധീകരിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വിലയേറിയ രക്തമായിട്ട് അതിനെ പൂർത്തിയാക്കി. വൽഹായേ ദൽഹോ ലമൽമീ. ആമേൻ. ഞാൻ വരുന്നതുവരെ എന്റെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് അരുളി ചെയ്തുകൊണ്ട് വിശുദ്ധ സ്ത്രീഹന്മാർക്ക് ഇതിനെ താൻ ഫലമേൽപ്പിച്ചു. ദാമോദോസേനോ. നാഥാനിമ്രതയോ തിങ്ങൾ നിന്നുദ്ധാനമതേ ചോദി കാക്കുന്നു നിൻ പുനരാഗമനം.
കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെയും സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭയോർക്കുന്നു. ഓരോരുവരും അവനവന്റെ പ്രവൃത്തികളുടെ അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രവചനകമായ നിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയിൽ നിന്നിടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, ദൈവത്തോട് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഭാരത്മാരുടെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള വിശുദ്ധമാകുന്ന സ്വർഗ്ഗഭവനങ്ങളുടെ ഇടങ്ങളിൽ നിന്ന് പ്രതാപത്തോടെ ഉറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ കുർബാനയെ കൊണ്ട് യാചിച്ച് അങ്ങ് വിശുദ്ധീകരിക്കുന്ന ഈ നാട്ടിൽ എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭയങ്കരവുമാകുന്നു. നിങ്ങൾ അടക്കത്തോളമായി തുടർന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും കൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടാകണമേ. കുരിയലായിസോ, കുരിയലായിസോ, കുരിയലായിസോ. ശരീരമായി പൂർത്തീകരിക്കണമേ. ആമേൻ. കലർത്തപ്പെട്ട ഈ പാസായെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമായി വ്യത്യാസപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവകളുടെ പരിഹാരത്തിനായി തീരണമേ. തന്മൂലം അവർ നിത്യജീവന അവകാശികളായി തീരണമേ. അവർ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായി ഇപ്പോഴെപ്പോഴെന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ കുലസ്വാൻ ലവൽ മീ. ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നമ്മുടെ പാത്രികേസായ ദിവസത്തിനുണ്ടാവാൻ വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക തോമസ് പ്രഥമന് വേണ്ടിയും മണ്ഡമേൽപ്പെട്ട വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷവനസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. കുരിയലായിസോ. പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായി ഇപ്പോഴെപ്പോഴെന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ കുലസ്വാൻ ലവൽ മീ. ആമേൻ. ബാധിക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ ഇടയവേശികളകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം വരെയുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭ മുഴുവന്റെയും മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യ അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുരിയലായിസോ. അവിടുത്തെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവർക്ക് സഹായത്തിന്റെ കൈ നീട്ടുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും
സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബകുലസ്താൻ ലവൽമേ. ആമീൻ. ബാരക്മോർ. നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളെ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുരിയേലായിസോൻ. കർത്താവേ, അദർശനായ ആ ശത്രുവിനെയും അവന്റെ ഗൗരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കി കരുണയില്ലാത്ത ദിവന്മാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് പൊഴുന്നണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്ക് എപ്പോഴെപ്പോഴേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബകുലസ്താൻ ലവൽമേ. ആമീൻ. പാലിക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാര്യകൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിര്യന്മാരെയും പ്രസംഗക്കാരെയും സ്ത്രീഹന്മാരെയും ദേവൻഗീനമസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മോർ യോഹാനോൻ മാമുദനോയെയും ഷമ്മാശന്മാരും പ്രധാനിയും സഹോദരന്മാരെയും മുമ്പിലും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തെഫാനോസിനെയും സ്ത്രീഹന്മാരുടെ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽപിതാവായ മോർ തോമാസിനെയും ശേഷം സകല ബുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുരിയേലായിസോൻ. നിന്റെ വിശുദ്ധന്മാരുടെ വർഷങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ച് ദൈവമേ, അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബകുലസ്താൻ ലവൽമേ. ആമീൻ. മാർക്കോസ് സ്നേഹവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാർശ്വങ്ങളെ ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാമരുടെ സർവശുദ്ധതയുടെ മുൻപിൽ നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നതിന് നിക്കാനും പോലീസും പശുതങ്ങളുമായ മുഹമ്മദ് അതിലുണ്ടായിരുന്ന ദീപാമാരും അൽപാമാരും സുഖ്യപ്പെട്ടവരും ദൈവത്തിന്റെ ലക്ഷ്യവുമായ നമ്മുടെ പിതാക്കന്മാരെ ഉഷ്ണമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യനും ശ്രീകരമായ സഹതായും യാക്കോബ് ഇഗ്നാത്യസും ലേവീസും ദിവനാസ്യസും അത്തനാസ്യസും യൂലീസും ബെസേലിയോസും ഗ്രിഗറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും പീരിക്സിനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരത്തിൽ നിന്ന് നമ്മുടെ കർത്താവിശ്വസിയുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് തെളിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ കൊറേലിയോസും സുഖാനിക്കാരന കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധം മുഴുവന്റെയും വിവേകപൂർണമായും തോന്നും മൺപാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേൽസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രദർശിച്ചനുമായ ഞങ്ങളുടെ പാത്രികീസ്മോർ സെവേറിയോസും സത്യവിശ്വാസത്തിൽ നിലനിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ പാവമോർ യാക്കോബ് തന്നെയും മോർ അപ്രേമും മോർ യാക്കോബും മോർസോക്കും മോർ ബാലായും ദുഃഖിതമായ തലവനായ മോർ പ്രസോമോയും മോർ ഷെമോൻ ക്രിസ്തോനെയും തെരഞ്ഞെടുക്കപ്പെട്ട മോർ അബവായും മോർ ഇഗ്നാത്യസ് ഏലീസ് പാത്രികീസും മോർ ബെസേലിയസ് എഴുതും അഫ്രേനെയും മലങ്കരയിലെ മോർ ഗ്രിഗറിയോസും മോർ ഗിറിയോസ് അബ്ദുൽ ജലീൽ ബാവായും ശ്രീമാ മോർ സ്തർത്തിയോസും മോർ അത്താനീസ് പൗലീസും മോർ ബെസേലിയസ് ഷെപ്രോൺ അഫ്രേനെയും മോർ കൊറേലിയോസ് യോയാക്കീം ബാവായും മോർ കൊറേലിയോസ് പൗലോസ് മെത്രാപ്പോലിത്തയും ആയ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവടും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാളിച്ചങ്ങളെ ഏൽപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുരിയേലായിസോൻ. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ അതിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബകുലസ്താൻ ലവൽ. നമ്മെ പോലെ സ്വർഗരാജ്യത്തോളാനുമായിട്ട്
നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു കുറിയലായിസോൻ നാം ദർശിക്കണം കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ പരേതരെ അവിടുന്ന് കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ. അവൻ പോലുമുള്ള കരുണയും ബഹുമാനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടെ ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മനുഷ്യരെ നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടാതെയും അറിവോടറിവോടാതെയും ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളെയും അവരുടെയും അപരാധങ്ങൾ ഓർക്കാതെ ഞങ്ങളെയും അവരെയും ക്രിസ്തീയ അന്ത്യത്തിന് അവിടുന്ന് അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിൽ ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും സകലത്തിൽ നിന്ന് ഒരേ ഇതിനാലും മാറ്റിയിരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോ കുലസ്ബാൻ ലവൽമേ. ആമേൻ. തന്റെ നാമത്തിൽ പ്രകാരിക്കുകയും തലമുറയായ തലമുറയെയും ലോകാലോകം സ്തുതിയും ചെയ്യുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. രക്ഷകനുമാകുന്ന യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരീ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉടയോനേ നിൻ വാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാഥൻ കുറിയലൈസോ ഹല്ലേലൂയ ഹല്ലേലൂയ ബാരിമോ കുറിയലൈസോ ഹല്ലേലൂയ ഹല്ലേലൂയ കുറിയലൈസോ. ആവശ്യത്തായാചിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ. അടിയാരെ തള്ളിടല്ലേ കുറിയലൈസോ ഹല്ലേലൂയ ഹല്ലേലൂയ. ബാരമോ കുറിയലൈസോ ഹല്ലേലൂയ ഹല്ലേലൂയ കുറിയലൈസോ. ഹല്ലേലൂയ ശേഷിച്ചടിയാരേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹരിശം നീക്കി കാക്കണമേ കുറിയലൈസോ ഹല്ലേലൂയ ഹല്ലേലൂയ. ബാരിമോ കുറിയലൈസോ ഹല്ലേലൂയ ഹല്ലേലൂയ കുറിയലൈസോ. വാതിൽ തുറന്നീ പ്രാർത്ഥനയും ഹല്ലേലൂയ ഹല്ലേലൂയ. നാദം കേട്ടേടണമേ കുറിയലൈസോ ഹല്ലേലൂയ ഹല്ലേലൂയ. ബാരമോ കുറിയലൈസോ ഹല്ലേലൂയ ഹല്ലേലൂയ.
പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധനായ ദൈവപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഈ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളവ ഞങ്ങളുടെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ എന്തുവന്നാൽ രാജ്യം ശക്തി മാത്രം എന്നേക്കും ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവരും നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്കും അവിടുന്ന് പരിഹാരത്തിനായി നീക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യമോ അണയ്ക്കപ്പെട്ട വിശ്വാസികൾ കൈവിടുന്നതിന് മുമ്പ് വീണ്ടും കരുണയാൽ തലവെക്കണം. അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിരഞ്ജനത്തെ നിധിയുടെ വകയിലെ ആളുകളെയും നിരവധികളെയും നീക്കിയിരിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പരിശുദ്ധമായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. സൃഷ്ടിയില്ലാത്ത സ്വയംഭവവും അനാദമ്യവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കരുണയും കൃപയും എന്റെ സഹോദരി സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ദൈവം ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഈ വിശുദ്ധകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ പരിശുദ്ധനില്ല. ആമേൻ. പിതാവും ജീവൻ പരിശുദ്ധമായും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. ആമേൻ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ആമേൻ. ഉണ്ടായിട്ടുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള പരിശുദ്ധവായും നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ. തിരുസുധരായി വരുവാൻ നമ്മെ അവരുള്ളപ്പോൾ പഠിപ്പിച്ച താതന്മാരെയോർക്കേണം. പ്രാർത്ഥനക്കുർബാനകളിൽ നാം അഴിവില്ലാത്തൊരു മോക്ഷത്തിൽ നയവാന്മാരവരെ മാരോടൊരുങ്ങി ശാശ്വാസമവർ കരുണയുടെ ദൈവസുതൻ
മക്കളിൽ
മരണമടഞ്ഞൊരു ദാസനെ ജീവസ്വരമുണർത്തണമേ കബറിനു ധ്യാനത്തീന സ്തൗമിൻ കാലസ്കുറിയായിസോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചെന്നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും ഹൃദയോരെ നാശം നീക്കി ജീവിപ്പിച്ചേണം നിന്നെ നോക്കും അവരിൽ കാന്തിവാക്യമോ ഹൃദയ ജീവിപ്പിപ്പാടുന്നള്ളും രാജാ മുകിലഴകിൻ മേലാഘോഷിതനായിടുന്നു നയവാന്മാർ തൻ മുൻകൊമ്പിൽ നാദം കേട്ടി തങ്കിയണെതിരേൽപ്പാന പോയിടുന്നു മുറിയോറാഹിൻ മേലായി നോവാതെ മതമാതിനുയരി കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തത്വത്തെ കൊണ്ടാടി വരി ശൂരും കൈക്കൊണ്ടേണം നാട്ടസിച്ചു പറയണം പിതാപുത്രനും പരിശുദ്ധമായ വന്ദിക്കപ്പെടണം സ്തുതിക്കപ്പെടുന്നതുമാകുന്നു ആദ്യം മുതൽ തലമുറയും തനിക്ക് സ്തുതി ഹല്ലേലൂയ തലമുറയും തനിക്ക് സ്തുതി ഹല്ലേലൂയ അവരുടെ ശരണം മായോനേ നിന്നെ കൊണ്ടിടുമേ ലോകം നാവുകൾ നാമ
അനുഗ്രഹിക്കണം. ദൈവമുള്ളവരെ നിതരും ഭാഗ്യങ്ങൾ തന്നിരിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മിശിഹ, കെടാത്ത നരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മാശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ എല്ലാവരും പരിശുദ്ധമായും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും നീക്ക് സമർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. ഓശോ ആമീൻ. ഭരിക്കുമോ നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നതായി സമയത്ത് സമാധാനത്താലെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയും കർത്താവിന്റെ വിജയകരമായ സ്ലീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ ഊഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ വിശുദ്ധ കൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹാരം നൽകും, നിങ്ങളുടെ പിഴകൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരികയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായം ലഭിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോവുകയും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. അവിടുത്തെ പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പ്രിയപ്പെട്ടക്കാരന്മേലും ഈ ശുശ്രൂഷ ഒരു കൃപയും ദാഹനമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വാമി നിരാധരണമേ, നിരദൃഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കാലം ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്താണ് രാജ്യവും ശക്തിയും ബോധം എന്നേക്കും ഞങ്ങളാകുന്നു. ആമേൻ. സമാധാനം വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെയുള്ള വാക്യങ്ങളാണ്. ഇതില് കർത്താവിന്റെ ജനനത്തിന് മുന്നോടിയായി കർത്താവിന്റെ വഴി തെളിയിക്കുവാനായി വന്നിരിക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു. രാവിലെ
പട്ടക്കാരനായ സക്കറിയായുടെ ശബ്ദം നഷ്ടപ്പെട്ട് ഇരിക്കെ താൻ ജനിക്കുമ്പോൾ തന്റെ പേര് യോഹന്നാൻ എന്നിടണമെന്ന് അമ്മ ശാഠ്യം പിടിക്കും. ഈ സമയത്ത് കുടുംബത്തിലുള്ള ആർക്കും ആ പേരില്ലല്ലോ എന്ന് പറയുകയും പിതാവിന്റെ അടുക്കലേക്ക് അവർ ചെല്ലുകയും ചെയ്തു. അദ്ദേഹം ഒരു എഴുത്ത് പലക സ്ലേറ്റ് ചോദിക്കുന്നു. അതിൽ എഴുതുമ്പോൾ തന്നെ തനിക്ക് തന്റെ സംസാര ശേഷി കൂടി തിരിച്ചു ലഭിക്കുകയാണ്. യോഹന്നാൻ എന്ന് എഴുതുകയും പറയുകയും ചെയ്തു. അതിനുശേഷം യേശുവിനെ പോലെ പരിശുദ്ധ അമ്മയെ പോലെയും സക്കറിയ, പട്ടക്കാരനായ സക്കറിയായും അവിടെ വലിയ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഇത് കണ്ട് അറിഞ്ഞ് നിൽക്കുന്നവർ ഈ കുഞ്ഞ് എന്തായി തീരുമെന്ന് വളരെ ആശ്ചര്യത്തോടെ, വളരെ ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, രണ്ട് കാര്യങ്ങൾ നമ്മുടെ ആത്മീയമായ ചിന്തയ്ക്ക് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവം നമുക്ക് നിശ്ചയിക്കുന്ന പേര്, നമ്മൾ നമുക്ക് തന്നെ നിശ്ചയിക്കുന്ന പേര്. ഇതിൽ രണ്ടും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്, വലിയ ഒരു വാക്യൂമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. അതിന്റെ ഒരു ചേർച്ചയാണ് പലപ്പോഴും ആത്മീയ ലൗകിക ജീവിതത്തിന്റെ ഒരു മിശ്രിതം എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും ആ ചേർച്ചയിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ഇവിടെ തനിക്ക് പേര് എന്തിടണമെന്ന് ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടിരുന്നു യോഹന്നാൻ സ്നാപകൻ. എന്നാൽ തന്റെ ജനനം തന്നെ സംശയിച്ചു നിന്ന തന്റെ പിതാവ് ആ സംശയം മൂലം തന്റെ ശബ്ദം നഷ്ടപ്പെട്ടു പോവുകയാണ്. നാം എപ്പോഴും ചിന്തിക്കണം, നമ്മുടെ ശബ്ദവും നമ്മുടെ ജീവശ്വാസവും നമ്മൾ ഉപയോഗിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ ഇച്ഛ എപ്പോഴും പ്രവർത്തിക്കുവാനുമാണ് എന്ന് നാം ഓർക്കണം. ഇന്ന് സമൂഹ മാധ്യമങ്ങളും അല്ലാത്ത മാധ്യമങ്ങളും നാം ഒന്ന് പരിശോധിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വലിയ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. നേരത്തെ പറഞ്ഞ അന്തരം മനസ്സിലാവും, വാക്യൂം മനസ്സിലാവും, ഡിസ്റ്റൻസ് മനസ്സിലാവും. മാധ്യമങ്ങൾ എന്തായി തീരണമെന്നോ എന്ന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ എന്താണോ അത് അതിൽ നിന്ന് മൊത്തമായിട്ടും പൂർണ്ണമായിട്ടും വിപരീതമായി നിൽക്കുന്നു എന്നുള്ളത് വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സത്യം മാത്രം പറയുവാൻ തക്കവണ്ണം അർഹതപ്പെട്ടിരിക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ എന്ന് ഓർക്കണം. കഴിഞ്ഞ ദിവസം ഇന്ത്യ രാജ്യത്ത് നിന്ന് ഏറ്റവും നല്ല ഒരു ഫൗണ്ടേഷന്റെ അവാർഡാണ്, ആ അവാർഡിനായിട്ട് ഏറ്റവും നല്ല, ഈ ലോകത്തിലെ ഏറ്റവും നല്ല അധ്യാപകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു അധ്യാപകനാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പ്രൈസ് ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു പ്രഖ്യാപനം ചെയ്യുകയുണ്ടായി. എന്താണ് ആ പ്രഖ്യാപനം? എന്റെ പ്രൈസ് മണി, എനിക്ക് കിട്ടുന്ന ആ കാശിന്റെ പകുതി ഞാൻ ഇതിൽ പങ്കെടുത്ത മറ്റ് അധ്യാപകർക്ക് കൊടുക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കാരണം അദ്ദേഹം പറഞ്ഞു, എന്നെ പോലെ അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നെക്കാട്ടിലും പ്രവർത്തിക്കുന്നവരായ ആളുകളാണ് ഈ അധ്യാപകർ. അവരുടെ ത്യാഗം കണ്ട് പോകില്ല എന്നൊരിക്കലും നമുക്ക് പറയുവാൻ സാധിക്കരുത്. അദ്ദേഹം അതിനോടൊപ്പം തന്നെ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ജോലിയാണ് അധ്യാപക വേല. എന്നാൽ നമ്മൾ നമ്മുടെ സമൂഹം, സംസ്കാരം ശ്രദ്ധിച്ചു നോക്കിയാൽ യാതൊരു വിലയും കൊടുക്കാത്ത ഒരു ജോലിയായി ഇന്ന് അധ്യാപക ജോലി ആയി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ആ അന്തരത്തെ കുറിച്ച് പറയാനിരിക്കുവാനായി സാധിക്കുന്നില്ല. ഒരു കുഞ്ഞിന്റെ ആദ്യ അക്ഷരം കുറിച്ചു കൊടുക്കുന്നതും ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും മൂല്യങ്ങളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കി കൊടുക്കുന്നതും ഒക്കെയും അധ്യാപകരാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് രീതിയിലുള്ള മ്ലേച്ഛതകളാണ് വന്നിരിക്കുന്നത്. സമൂഹം അവർക്ക് കൊടുക്കേണ്ടതായ വിലയും കൊടുക്കുന്നില്ല. അവരും ചിലര് പഠിച്ച് വെറുതെ ഒരു ജോലിക്കായി ഈ അധ്യാപക വൃത്തി തിരഞ്ഞെടുത്ത് വരുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാം മാറി ഇതെല്ലാം നമ്മൾ
സംശയം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ചുഴലിക്കാറ്റുണ്ടാകും എന്ന വലിയ ന്യൂസ് ഉണ്ടായി. ആ ന്യൂസിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് വെതർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വാർണിംഗ് ആയി. ശ്രീലങ്ക കോസ്റ്റിൽ നിന്ന് തുടങ്ങി കടൽ വഴി തമിഴ്നാടിന്റെ തീരപ്രദേശത്ത്, അതിനുശേഷം കേരളത്തിന്റെ തിരുവനന്തപുരം, അതിനോട് ചേർന്ന് നിൽക്കുന്ന ജില്ലകളിലെല്ലാം ഈ ചുഴലിക്കാറ്റും വലിയ മഴയും അടിക്കും എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരുടെ ഭീതി ഉണ്ടായി. സർക്കാർ സംവിധാനങ്ങളെല്ലാം അതിനുവേണ്ടി ഒരുക്കപ്പെട്ടു. ഡിസാസ്റ്റർ ഫോഴ്സിലെ ആളുകളെല്ലാം വന്ന് ചേരുകയുണ്ടായി. എന്നാൽ ഉദ്ദേശിച്ചതുപോലെ വലിയ ശക്തിയായിട്ടൊന്നും കാര്യങ്ങൾ നടന്നില്ല. കാറ്റടിച്ചില്ല, മഴയും കാര്യമായിട്ടൊന്നും പെയ്തില്ല. അനേക ആളുകൾ ഈ സമയത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ചുഴലിക്കാറ്റ് അടിക്കരുത്, നിങ്ങൾക്ക് അറിയത്തില്ല, ചുഴലിക്കാറ്റ് 5 മിനിറ്റ് അടിച്ചാൽ തിരുവല്ല പോലൊരു പ്രദേശത്ത് ഇട്ടിരിക്കുന്ന ഷീറ്റും ബോർഡും വീടും എല്ലാം മറിഞ്ഞ് താഴെ പോകും. അതുപോലെയാണ് നമുക്ക് ഇതെല്ലാം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ശക്തിയൊന്നുമില്ല, നമ്മൾ ഓർക്കുന്നതിനെല്ലാം ഉണ്ടെന്നാണ്, കരിമ ശക്തിയൊന്നുമില്ല. അപ്പോൾ അടിച്ചിരുന്നെങ്കിൽ അങ്ങനെ വന്നേനെ. എന്നാൽ ദൈവത്തിന് കരുണയുണ്ടായി മനുഷ്യനോട്, അതടിച്ചില്ല. മനുഷ്യൻ എന്താ പറഞ്ഞത്? മനുഷ്യൻ പറഞ്ഞത്, ഈ സർക്കാരും ഈ വെതർ ഡിപ്പാർട്ട്മെന്റും എപ്പോഴും ഇതുപോലെ അവർ പറയുന്നതിന്റെ നേരെ വിപരീതം മാത്രമേ സംഭവിക്കുകയുള്ളൂ, അവിടെ ഇതിനകത്ത് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. എന്നാൽ എനിക്ക് ആ സമയങ്ങളിലെല്ലാം തോന്നിയത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. കാരണം ഈ കാറ്റിന്റെ ഒരു ചെറിയ ഒരു അംശമെങ്കിലും അടിച്ചിരുന്നെങ്കിൽ എത്രയോ പ്രദേശങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായേനെ, തീരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായേനെ, മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടായേനെ, ചെറിയ കുടിലുകൾ കെട്ടി താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായേനെ. നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് അവിടെയും ആരെയും കളിയാക്കാൻ കിട്ടും എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത്. അപ്പോൾ ഈ അന്തരം വീണ്ടും നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. സക്കറിയ പുരോഹിതൻ ആ അന്തരം ഇല്ലാതാക്കുവാൻ സാധിച്ചു. എപ്പോൾ? യോഹന്നാൻ സ്നാപകന്റെ ജനന സമയത്ത്. ഈ അന്തരം പറഞ്ഞു വീണ്ടും അവിടുത്തെ ജനങ്ങൾ വരുമ്പോൾ യേശു പറയുന്നു, ഇല്ല, ഇവന്റെ പേര് യോഹന്നാൻ എന്ന് തന്നെ ഇടണം. അപ്പോൾ വീണ്ടും അവർ ചെന്ന് അവർ പറഞ്ഞത് തന്നെ നടപ്പിലാക്കുവാൻ തക്കവണ്ണം പുരോഹിതന്റെ അടുക്കൽ ചെല്ലുകയാണ്. അദ്ദേഹവും എന്ത് പറയുന്നു? അദ്ദേഹം എഴുതുന്നതിനോടൊപ്പം തന്നെ പറയുകയും ചെയ്യുന്നു, ഇവന്റെ പേര് യോഹന്നാൻ എന്ന് തന്നെ ഇടണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമുക്കുണ്ടാകുന്നുണ്ടോ? മറ്റുള്ളവർക്കുണ്ടാകുന്നുണ്ടോ? ലോകത്തിനുണ്ടാകുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഈ ഒരു അന്തരം, ഒരു വാക്യൂം നമ്മൾ ചെറിയ രീതിയിലെങ്കിലും അടച്ചേ മതിയാവൂ എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് സക്കറിയ പുരോഹിതൻ നടത്തുന്നതായ ദൈവമഹത്വമാണ്, ദൈവമഹത്വീകരണമാണ് ഇവിടെ നാം ഓർക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഉപയോഗിക്കണം. എന്നാൽ ഇന്ന് എന്താണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ പൊക്കി പറയുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വലിയ സംഭവങ്ങളായി പറയുകയാണ്. എന്നാൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു വില അവിടെ കൊടുക്കുന്നുണ്ടോ? ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ടോ? ഒരു ഇടം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. മനുഷ്യന് അവന്റെ അടുത്ത നിമിഷം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് യാതൊരു ധാരണയുമില്ല. അവന്റെ ശ്വാസത്തിന്റെ ഒരു അല്പം പോലും നിലനിർത്താനുള്ള കഴിവ് അവനില്ല, എനിക്കില്ല, നിങ്ങൾക്കില്ല. അപ്പോൾ ഏത് സമയത്തും ആരെയാണ് മൗക്തീകരിക്കപ്പെടേണ്ടത്? ആരാണ് മൗക്തീകരിക്കപ്പെടേണ്ടത്? ആരെയാണ് നമ്മൾ മൗക്തപ്പെടുത്തേണ്ടത്? ദൈവത്തെയാണ്. എന്നാൽ ഇത് മറന്നുകൊണ്ട് സെൽഫ് ഗ്ലോറിഫിക്കേഷൻ, സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ നടത്തുന്ന ഒരു സംസ്കാരമായി നമ്മൾ മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്നാണ് ഒരു മാറ്റവും ഉണ്ടാകേണ്ടത്. കാരണം എന്താ? ഇവിടെ ഈ ജനങ്ങൾ യേശുവോട് എന്താ ചോദിക്കുന്നത്? യോഹന്നാൻ എന്താ പേരിടുന്നത്? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഒരു ഇടയിൽ ഇങ്ങനെ ഒരു പേരില്ലല്ലോ. അപ്പോൾ എന്തിനാ ഇടേണ്ടത്? എന്തിനാ നമ്മുടെ ഇടയിൽ നിന്നുള്ള പേര് തന്നെ ഇടേണ്ടത്? സെൽഫ് ഗ്ലോറിഫിക്കേഷൻ, സ്വയം പുകഴ്ത്ത്, സ്വയം നീതീകരിക്കൽ, സ്വയം ന്യായീകരിക്കൽ. എന്നാൽ അതിൽ നിന്ന് മാറിയാണ്
ഇവിടെ സക്കറിയ പുരോഹിതൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ സംസാരശേഷി തിരിച്ചു ലഭിക്കുകയാണ്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് ഈ തീരുമാനം എടുക്കുവാനുള്ള ഉൾക്കരുത്തുണ്ടായി, ശക്തി ഉണ്ടായി, പരിശുദ്ധാത്മ നിയോഗം ഉണ്ടായി. ഇത് നമുക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എല്ലാ സമയങ്ങളിലും നമ്മൾ ഓർക്കണം. എന്തിനാ ബൈബിൾ വായിക്കുന്നത്? ബൈബിൾ വായിക്കുന്നത് ആശ്വാസം കിട്ടാനാണ്, നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. പഴയ നിയമത്തിലുടനീളം ഇസ്രായേൽ ജനതയെ ഇസ്രായേലിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന ദൈവത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ വാഗ്ദാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഗോഡ്സ് പ്രോമിസ് ടു ഗോഡ്സ് ചിൽഡ്രൻ. ഇതാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. ഇത് മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ആയിരിക്കരുത് നമ്മുടേത്. ബൈബിൾ റീഡിംഗ്, ബൈബിൾ വായന ആയിരിക്കരുത് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ ഇത് തന്നെയാണ്. നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കാണിച്ചു തരുന്ന ദൈവപുത്രൻ മറിയാമിനാൽ പ്രസവിക്കപ്പെട്ട് ഈ മാസം നമ്മൾ അതിന്റെ ഓർമ്മയാണ് നിർവഹിക്കുന്നത്, അതിന്റെ സന്തോഷമാണ് പങ്കുവെക്കുന്നത് എന്ന് ഓർക്കണം. എപ്പോഴും നിരന്തരമായി ദൈവത്തെ മഹത്വപ്പെടുത്തുക. മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ യാതൊരു തളർച്ചയും ഉണ്ടാകത്തില്ല, യാതൊരു പ്രയാസവും ഉണ്ടാകത്തില്ല, യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. കാരണം എന്താണ്? എന്തിനും താങ്ങും തണലുമായി ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ദൈവം നമുക്ക് വാഗ്ദാനം തരും. നിന്നെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ്. നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നോടുകൂടെ ഒരു പാറ പോലുണ്ടാകും എന്ന് വാഗ്ദാനം തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ഇനിയും പ്രവർത്തിക്കട്ടെ. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഈ ആഴ്ച വിചാരിച്ചതിന്റെ അത്രയും പ്രയാസങ്ങളൊന്നും നടന്നില്ലല്ലോ. വീണ്ടും വീണ്ടും മഴയ്ക്ക് വേണ്ടി പറയുന്നുണ്ട്. ഇതൊന്നും വന്ന് ഈ ദേശത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകരുതേ, മനുഷ്യന് ഭീതി ഉണ്ടാകരുതേ, മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, എന്റെ കാര്യങ്ങൾ പറയുവാനുണ്ട്. ഒന്ന്, ഈ വരുന്ന 8-ാം തീയതി ചൊവ്വാഴ്ചയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വോട്ട് ചെയ്യാനുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അത് ഓരോ ആളുടെയും അർഹതയാണ്. അത് നിങ്ങൾ ചെന്ന് ചെയ്യുക എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ദേവാലയത്തിൽ നിന്ന് 5 പേര് ഇതുപോലെ പല വാർഡുകളിലായിട്ട് ഇലക്ഷന് വേണ്ടി നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവഹിതം നടക്കട്ടെ. എന്നാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും നല്ല രീതിയിലുള്ള ക്യാരക്ടർ മുന്നോട്ട് വെക്കുവാനും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും അവർക്കെല്ലാം നല്ലത് നേരുകയും ആശംസിക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് ദേവാലയത്തിലെ പണികളുടെ കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് ആളുകളെ എന്റർടൈൻ ചെയ്യാനതിന്റെ ഒരു കാരണം ദേവാലയത്തിൽ ലീക്ക് മാറ്റാനുള്ള ജോലി. അപ്പോൾ ഈ പണികൾ ഏകദേശം ഈ മാസം നീണ്ടു നിൽക്കുന്ന പണികളാണ്. നിങ്ങൾ ഓരോരുത്തരും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഇതിനുള്ള സംഭാവനകൾ ദേവാലയത്തിൽ എത്തിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴും ഒരു വഴികൾ കാണിച്ചു തരികയാണ്, പ്രതീക്ഷയും പ്രത്യാശയും കാണിച്ചു തരികയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പണികൾ നേരത്തെ ചെയ്യുവാൻ സാധിച്ചു. ഇനി മുന്നോട്ട് കുറച്ച് പണികൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ദൈവാലയത്തിലേക്ക് തിരിച്ചു മടങ്ങി വരുമ്പോൾ, ആളുകൾക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല കുറച്ചുകൂടി സൗകര്യത്തോടെ ഇവിടെ നിൽക്കുവാൻ, കുർബാനയിൽ പങ്കുകൊള്ളുവാൻ നിങ്ങൾക്കൊക്കെയും സാധിക്കും. അപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് കൂടുതലും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല രീതിയിൽ ഇതിനുവേണ്ടി സഹായങ്ങൾ നൽകുകയും വേണം എന്ന് ഈ സമയത്ത് വളരെ വിനീതപൂർവം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ മാസം ജന്മപെരുന്നാളിന്റെ മാസമായതുകൊണ്ട് സാധാരണ പോലെ കാരൽ റൗണ്ട്സിന് പോകുവാൻ ഒരു പക്ഷേ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. കാരണം സർക്കാർ അതിന് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല.
എന്നാൽ വേറെ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ജനന പെരുന്നാളിന്റെ സന്തോഷം അന്യോന്യം അറിയിക്കുവാൻ തക്കവണ്ണം ഈ ദേവാലയത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവികമായ ക്രിസ്തു സമൂഹമായി മാറുവാൻ തക്കവണ്ണമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചേർന്ന് തരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഉപദേശത്തിനായിട്ട് ചോദിക്കാം. അതിനനുസരണമായിട്ട് ഈ മാസത്തിന്റെ ദിവസങ്ങൾ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകുകയും ചെയ്യാം. പണി ഇത്രയും പെട്ടെന്ന് ഈ കുഴികളും മറ്റ് അസൗകര്യങ്ങളും ചെറുതായിട്ട് മാറുമ്പോൾ തന്നെ ദേവാലയത്തിലേക്ക് കുറച്ച് പേർക്ക് വരുന്ന രീതിയിലുള്ള അനൗൺസ്മെന്റ് ഉടനെ തന്നെ ചെയ്യാം. മറ്റു പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വന്നാൽ തന്നെ ഇതെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകമായിട്ട് ദേവാലയത്തിന് വേണ്ടി എൻ്റെ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ഈ സമയത്ത് വിനീതപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഈ അവസരത്തിൽ അത് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ശക്തിയായിട്ട് അവർക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഈ നിമിഷത്തെയും ഇതുവരെയുമുള്ള ജീവിതത്തിനായിട്ട് ഞങ്ങൾ നന്ദിയും സ്തുതിയും കരയേറ്റുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കരുണയും കൃപയും മാത്രമാണ് എന്ന് ഞങ്ങൾ ഉറച്ച വിശ്വാസത്തിൽ ഈ സമയത്ത് ഏറ്റുപറയുന്നു. ഞങ്ങളെ അവിടുത്തെ കൈക്കൊള്ളണമേ. അവിടുത്തെ വാഗ്ദാന പ്രകാരം ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ ഞങ്ങൾ അകറ്റി നിർത്തണമേ. പ്രത്യേകമായിട്ട് ദേവാലയത്തിലുള്ള എല്ലാ രോഗികളെയും പ്രായമുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് മടങ്ങി വരുവാനും അവരുടെ ആരോഗ്യം മെച്ചപ്പെടുവാനും നല്ല ആരോഗ്യത്തോടെയും ആയുസ്സോടെയും നിലകൊള്ളുവാനും ഇടയാക്കണമേ. ഭവനങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ പോകുവാൻ സാധിക്കാതെ വിയർപ്പ് മുട്ടുന്ന എല്ലാ പ്രായമുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരോടൊപ്പം അവിടുന്ന് ചേർന്ന് നിൽക്കണമേ. അവരെ സന്ദർശിക്കണമേ. അവരെ സന്തോഷിപ്പിക്കണമേ. ആയുസ്സും ആരോഗ്യവും നൽകുന്നതിനോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള വലിയ തൃപ്തി അവർക്ക് ഈ സമയത്ത് ലഭിക്കണമേ. കുടുംബങ്ങളിൽ സമാധാനം തരണമേ. സന്തോഷം നൽകണമേ. അവിടുത്തെ കൃപയും വാഴ്വും ഞങ്ങളുടെ ഓരോ ഭവനങ്ങളിലും വാഴണമേ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ആ വ്യാപനം മൂലം ഞങ്ങൾ ഓരോരുത്തർക്കും വലിയ രീതിയിലുള്ള പ്രതികരണ ശക്തി ലഭിക്കുകയും എല്ലാ പ്രതികൂല അവസ്ഥകളും മാറിപ്പോയി സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുകയും ചെയ്യണം. ദേവാലയത്തെയും ഇതിന്റെ പണികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെയും ജോലിക്കാരെയും അവിടുന്ന് കാത്തുകൊള്ളുകയും സംരക്ഷിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക പീഡകൾ സഹിച്ച് മുന്നോട്ട് പോകുന്ന ഈ സഭയെ അവിടുന്ന് ഒരു കാലത്ത് വിട്ടുകളയരുതേ. ചെറുത് എങ്കിലും ചെറിയ രീതിയിൽ തന്നെ ദൈവത്തിന് വേണ്ടി സ്വന്തം പാരമ്പര്യത്തിനും സ്വന്തം പേരിലും സ്വന്തം വിശ്വാസത്തിനും നിലകൊള്ളുവാൻ തക്കവണ്ണം ഈ സഭയെ അവിടുന്ന് അനുവദിക്കണമേ. ഏത് രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും കർത്താവേ, ഈ സഭയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകുവാനുള്ള പുതിയ വഴികൾ അവിടുന്ന് കാണിച്ചു തരികയും ചെയ്യണമേ. ഞങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങേ ആശ്രയിക്കുന്നു. മറ്റ് സംവിധാനങ്ങളിലല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സഭയെയും സഭയുടെ മക്കളെയും അവിടുന്ന് കാത്തു പരിപാലിച്ച് സ്നേഹിച്ച് സംരക്ഷിച്ച് സന്തോഷിപ്പിച്ച് നിലനിർത്തണമേ. എല്ലാം അവിടുന്ന് അറിയുന്നവരാകുന്നു വരുമോ അറിഞ്ഞ് നല്ല രീതിയിൽ ഞങ്ങളോട് പ്രവർത്തിക്കണമേ. ലോകത്തിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. COVID-19 വാക്സിനുകൾ പുറത്തിറങ്ങുന്ന ഈ സമയത്ത് അത് ഫലപ്രദമായി തീരുവാനും അനേകർക്ക് അത് ലഭിക്കുവാനും ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവർക്കൊപ്പം തന്നെ വയോധികർക്കും പ്രായമുള്ളവർക്കും അത് ലഭിക്കുവാൻ തക്കവണ്ണം, അസുഖമുള്ളവർക്ക് അത് ലഭിക്കുവാൻ തക്കവണ്ണം, അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ തക്കവണ്ണവും അത് ഫലപ്രദമായി തീരുവാൻ തക്കവണ്ണവും അവിടെ ഇരയാക്കി തീർക്കണമേ. എല്ലാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ.
ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ പരിഹാരം കാണുന്നത് വരെ ഫേസ്ബുക്കിൽ ലൈവ് ഇടുകയും അതിനുശേഷം ഉടനെ തന്നെ 2 മണിക്കൂറിനകം അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അറിയാവുന്നവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ദേവാലയത്തിൽ വരുന്ന, ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ നമ്മുടെ ദേവാലയത്തിൻ്റെ ഗ്രൂപ്പിൽ ഇല്ല എങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. അവരെ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെയും പരിശുദ്ധനായ കുര്യാക്കോസ് സഹദായുടെയും പരിശുദ്ധനായ കൗമാ സഹദായുടെയും മധ്യസ്ഥതയാൽ ദൈവമായ കർത്താവ് പിതാവും പുത്രനും പരിശുദ്ധവുമായുമാണ് സത്യേക ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും